ഹലോ വെൽക്കം ബാക്ക്. ഡിസംബർ ഒക്കെ ആയി, ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്താറായി. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്ലം കേക്ക് നമ്മൾ രണ്ട് രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഒന്ന് ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്തിട്ട് തയ്യാറാക്കുന്ന പ്ലം കേക്ക്, രണ്ടാമത്തത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക്, അതായത് സോക്കിങ് ആവശ്യമില്ലാത്ത പ്ലം കേക്ക്. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ സോക്ക് ചെയ്യുന്നത് തന്നെ രണ്ട് വെർഷൻസ് ഉണ്ട്. ഒന്ന് ആൽക്കഹോളിലോ വൈനിലോ സോക്ക് ചെയ്യുന്നത്, രണ്ടാമത്തത് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്യുന്നത്. ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ട് പ്ലം കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വൈനിൽ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്കാണ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ടുള്ളൊരു പാത്രം റെഡിയാക്കി വെക്കാം. ഗ്ലാസിൻ്റെ പാത്രം തന്നെ എടുക്കുക. ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ ഒക്കെ എടുക്കാം. പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഒന്നും ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക്കും സ്റ്റീലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഒക്കെ ആയിട്ട് റിയാക്ഷൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ബൗള് അല്ലെങ്കിൽ ഗ്ലാസ് ജാറ് തന്നെ എടുക്കുക. നന്നായിട്ട് കഴുകി ഉണക്കി ഒട്ടും വെള്ളമയമില്ലാത്തൊരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ പ്ലം കേക്കിലേക്ക് ചേർക്കാറില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് ഇതുപോലെ സോക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് അത് ചീത്തയായി പോവുകയും ചെയ്യും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കറുത്ത കളറിലും ഗോൾഡൻ കളറിലും ഒക്കെ കിട്ടുന്ന ഉണക്കമുന്തിരി, നമ്മൾ റേസിൻസ്, സുൽത്താനസ് എന്നൊക്കെ പറയുന്ന ഉണക്കമുന്തിരി, ഡേറ്റ്സ്, ഏപ്രിക്കോട്ട്സ്, ഗ്ലേസ്ഡ് ആയിട്ടുള്ള ചെറീസ്, ഗ്ലേസ്ഡ് ആയിട്ടുള്ള പൈനാപ്പിൾസ്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ പ്രൂൺസ്, ഫിഗ്സ്, ക്രാൻബെറി, ബ്ലൂബെറി, ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഉണക്കമുന്തിരി, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, ചെറി, അതൊക്കെയാണ്. അപ്പം നമുക്ക് എന്താണോ കിട്ടാനുള്ളത് അത് വെച്ചിട്ട് സോക്ക് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും വലിയ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഡേറ്റ്സും ഏപ്രിക്കോട്ടും ഒക്കെ പോലെയുള്ള വലിയ ഫ്രൂട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാനായിട്ട്. പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതായത് ക്രാൻബെറി, ബ്ലൂബെറി, പ്രൂൺസ് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനുള്ളത്, അതായത് ആൽക്കഹോളോ വൈനോ ഫ്രൂട്ട് ജ്യൂസോ ഏതാണെങ്കിലും റെഡിയാക്കി വെക്കുക. ആൽക്കഹോള് റമ്മോ ബ്രാൻഡിയോ ഒക്കെ ഉപയോഗിക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്ക് എന്ന് പറയുന്നത് ഡാർക്ക് റം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. വൈൻ ആണെങ്കിൽ റെഡ് വൈൻ ആയിരിക്കും നല്ലത്. ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച്, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസ് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എത്ര ഫ്രൂട്ട്സ് എടുക്കുന്നോ അതിൻ്റെ പകുതി വൈനോ ജ്യൂസോ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പം നെകക്കെ, ഫ്രൂട്ട്സിൻ്റെ നെകക്കെ ഉണ്ടാവും ഈ ജ്യൂസൊക്കെ. ഇനി ഈ പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം അധികം സൂര്യപ്രകാശം തട്ടാത്ത എവിടെയെങ്കിലും വെക്കുക. അതായത് കുറച്ച് ഡാർക്കായിട്ടുള്ള എവിടെയെങ്കിലും വെക്കുക. നമ്മുടെ ഏതെങ്കിലും കിച്ചൺ കബോർഡിനുള്ളിൽ വെച്ചാൽ മതിയാവും. ഞാനീ പറഞ്ഞത് ആൽക്കഹോളിലോ വൈനിലോ സോക്ക് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ. ഫ്രൂട്ട് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇനി ഇത് വെക്കേണ്ട ഡ്യൂറേഷൻ, ഫ്രൂട്ട് ജ്യൂസിലാണ് നിങ്ങൾ സോക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ മാത്രം സോക്ക് ചെയ്താൽ മതിയാവും. അത്രയും ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ആൽക്കഹോളിലോ വൈനിലോ ഒക്കെ ആണെങ്കിൽ എത്ര നാളിരിക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ പ്ലം കേക്ക്. അപ്പം 2 വർഷം മുന്നേ ഒക്കെ സോക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ സാധാരണയായിട്ട് നമ്മൾ 1-2 മാസം മുന്നെയാണ് ഇത് സോക്ക് ചെയ്ത് വെക്കാറുള്ളത്. അപ്പം ഞാൻ പൊതുവെ ഒരു നവംബർ പകുതിയൊക്കെ ആകുമ്പോഴാണ് ഇത് സോക്ക് ചെയ്യാറുള്ളത്. മിനിമം ഒരാഴ്ചയെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രൂട്ട് സോക്കിങ്ങിനെ കുറിച്ച് പറയാനായിട്ട്. നമുക്കിനി ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. 750 ഗ്രാം ഉള്ള ഒരു പ്ലം കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് 3/4 കപ്പ് ഫ്രൂട്ട് ജ്യൂസിലോ ആൽക്കഹോളിലോ ഏതാണെന്ന് വെച്ചാൽ സോക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 ആഴ്ച മുന്നേ 3 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് 1.5 കപ്പ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. കുറച്ചൊക്കെ സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ ആ പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഫ്രൂട്ട്സിൽ ഉള്ള വൈനൊക്കെ ഒന്ന് അരിച്ച് മാറ്റണം. അപ്പം ഇതുപോലൊരു അരിപ്പ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൽ ആ എക്സസ് ആയിട്ടുള്ള വൈനൊക്കെ താഴേക്ക് വീണോളും. അപ്പോൾ ഇത്രയും വൈനാണ് എനിക്ക് ആ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ വൈൻ കളയരുത്, നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കേക്കിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഫ്രൂട്ട്സ് നമ്മൾ ഡയറക്റ്റ്ലി കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ബേക്കായി വരുമ്പം ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് പോയി അടിയും. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട്, അതായത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം. അതായത് ഇതിലേക്ക് കുറച്ച് മൈദയൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ 3 ടേബിൾ സ്പൂൺ മൈദ എന്ന് പറഞ്ഞത് നമ്മൾ കേക്കിന് എടുക്കുന്ന മൈദ കൂടാതെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടപ്പം കുറേ പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സ് എല്ലാം മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇത് ക്യാരമൽ സിറപ്പാണ്. 1 കപ്പ് പഞ്ചസാര വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്യാരമൽ സിറപ്പാണ്. ക്യാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിലിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്യാരമൽ സിറപ്പ് ഡാർക്കായി പോയി എന്ന് കരുതി അതിൻ്റെ കയ്പൊന്നും നമ്മുടെ കേക്കിലേക്ക് വരികയില്ല. ഫ്രൂട്ട്സും അതുപോലെ വൈനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ ടേസ്റ്റ് അങ്ങ് ബാലൻസായി പൊയ്ക്കോളും. പിന്നെ ക്യാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസ്, അതായത് പ്ലം കേക്കിൻ്റെ വീഡിയോയിലും ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കാണിക്കാത്തത്. ഇനി ഇത് പഞ്ചസാര പൊടിച്ചതാണ്. 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണിത്. ഇനി എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ബാറ്റർ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം മുട്ട വെള്ളയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പീക്സ് ഫോം ചെയ്യണം. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയാണ്. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഡസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത മൈദ കൂടാതെയാണിത്. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇനി ഇതെല്ലാം ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നതിനും കുഴപ്പമില്ല. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര, അതായത് 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ മാത്രമല്ല, നമ്മൾ കേക്കിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഈ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപ്പുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മൈദയിലേക്ക് ചേർത്ത് കൊടുത്ത ഉപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പം മുട്ടയുടെ മണം ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ വാനില എസൻസ് ചേർക്കുന്നത് സഹായിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതുമാണ്. നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നാരങ്ങയൊക്കെ മിക്കവാറും നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ
ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. തൊലി മാത്രമേ ഗ്രേറ്റ് ചെയ്യാവുള്ളൂ, അകത്തുള്ള ആ വെള്ള വരരുത് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. ഇനി ഇതെന്ന് പറയുന്നത് കുറച്ച് മസാല പൊടിച്ചതാണ്. അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇത്രയും പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് 1/2 ടീസ്പൂണിനും 1 ടീസ്പൂണിനും ഇടയ്ക്ക് ചേർക്കാം. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമേ കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. കാരമൽ സിറപ്പിൻ്റെ കളർ പോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറും. കാരമൽ സിറപ്പ് ലൈറ്റ് കളറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കേക്കിനും അത്രയും കളർ കിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫ്രൂട്ട്സിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചിരുന്ന വൈൻ ഉണ്ടല്ലോ, ആ വൈനിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആണ്. 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പം തന്നെ നല്ലൊരു വൈനിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ കേക്കിലേക്ക് വരും. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലൊരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു തടി തവിയോ ഒക്കെ മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഒരുപാടങ്ങ് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. അതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, പല തവണയായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മൈദയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മൈദ വെച്ച് ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഫ്രൂട്ട്സും കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വാൾനട്ട്, കാഷ്യൂനട്ട്, ബദാം ഇതൊക്കെ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. 1/2 കപ്പ് നട്ട്സ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കാൻ ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട വെള്ളം മാത്രമേ ഉള്ളൂ. അതും ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മുടെ കേക്കിന്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബട്ടർ ഒന്ന് തടവിയ ശേഷം ഒരു ബേക്കിംഗ് പേപ്പർ അടിയിൽ ഞാൻ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്പാച്ചുല ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മുകൾ വശമൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ കണ്ടക്ഷൻ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം ബേക്കിംഗ് ടിൻ വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 50 മുതൽ 60 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഓവൻ ഇല്ലാതെയും ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് കറക്റ്റ് 50 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ 50 മിനിറ്റ് എന്നുള്ളത് ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ കേക്കൊക്കെ ഇരിക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല കറക്റ്റായിട്ടുള്ള ടെക്സ്ചറുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്രിസ്മസിനൊക്കെ ഒരു 3-4 ദിവസം മുന്നെയാണ് ഈ കേക്ക് തയ്യാറാക്കി വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒന്ന് തുറന്ന് ബാക്കിയുള്ള വൈനിൽ നിന്ന് കുറച്ച് ഒന്ന്
ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കേക്ക് നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ ആ വൈൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചുകൂടെ വരാനായിട്ടും സഹായിക്കും. മുകൾ ഭാഗത്തും സൈഡിലും ഒക്കെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. നന്നായിട്ട് കവർ ചെയ്ത് വെക്കണമെന്ന് മാത്രം. പിന്നെ ഈ കേക്ക് 2 ആഴ്ച വരെയൊക്കെ കേടാതെ ഇരിക്കുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ തന്നെ സോക്ക് ചെയ്ത് വെച്ചോളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ എന്നെ അറിയിക്കണം. ഇനി വൈനിൽ താല്പര്യമില്ല, ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടമായൊരു റെസിപ്പി കൂടിയാണ് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്, അതുപോലെ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നതും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാം. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.